Hi, dear students, all of you, welcome back to a new session of class. എന്താ ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ക്ലാസ്സുകളുടെ ആ ഒരു വീഡിയോ സെഷനിലേക്ക് പോയിട്ട് കുറച്ച് നാളായി. അതുകൊണ്ട് നമുക്ക് തിരികെ ക്ലാസ്സിലേക്ക് വരാം. ക്ലാസ്സുകളുമായി തുടങ്ങി വെച്ചു. പക്ഷേ ക്ലാസ്സുകൾക്കിടയിലും വേറെ പല വിഷയങ്ങളുമായിട്ട് യൂട്യൂബ് വീഡിയോസ് നൽകുകയുണ്ടായി. എന്നാൽ ഈ കഴിഞ്ഞയിടെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ഓരോരുത്തരായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് ക്ലാസ് വേണമെന്ന രീതിയിൽ. ഇപ്പോൾ BA പൊളിറ്റിക്കൽ സയൻസ് സെക്കൻഡ് ഇയർ പഠിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരു സ്റ്റുഡൻറ്റ് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞൊരു കമൻറ്റാണ്, ടീച്ചർ ഫസ്റ്റ് ഇയർ പഠിപ്പിച്ച് തന്നിരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ പരീക്ഷയ്ക്ക് വളരെയധികം സഹായകമായിരുന്നു. യൂട്യൂബ് വീഡിയോസ് എല്ലാം തന്നെ പരീക്ഷാ സമയത്ത് ഒരുപാട് നന്നായി സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ടീച്ചർ ഇനിയും ക്ലാസ്സുകൾ നൽകണം എന്നൊരഭിപ്രായം എന്നോട് പറഞ്ഞിരുന്നു. ഇതിനിടയിൽ പറഞ്ഞോട്ടെ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വിവിധ വിഷയങ്ങൾ വിവിധ ക്ലാസ്സുകൾക്ക് എടുത്തു പോരുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഇയർ പൊളിറ്റിക്കൽ സയൻസിൽ, അതുപോലെ തന്നെ ഫൈനൽ ഇയർ പൊളിറ്റിക്കൽ സയൻസ്, MA ഫസ്റ്റ് ഇയർ, MA സെക്കൻഡ്, MPS 003, MPS 007, BA ഫസ്റ്റ് ഇയർ എക്കണോമിക്സ്, BPSC 103, BPSC 104 പൊളിറ്റിക്കൽ സയൻസിൻ്റെ പേപ്പറാണത്, BA ഫസ്റ്റ് ഇയർ. അങ്ങനെ വിവിധ പേപ്പറുകൾ ഈ കഴിഞ്ഞ കാലയളവിൽ ഇഗ്നോ സ്റ്റുഡൻസിന് വേണ്ടി എടുക്കുവാൻ ഒട്ടേറെ അവസരങ്ങൾ കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നും വന്ന റിക്വസ്റ്റ് മാനിച്ച് ഞാൻ വീണ്ടും തിരികെ സ്കൂളിലേക്ക് മടങ്ങാമെന്ന് പറയില്ലേ, അതുപോലെ ഞാനിപ്പോൾ തിരികെ നമുക്ക് ക്ലാസ്സിലേക്ക് മടങ്ങാം. അതിനിടയിൽ വിവിധ വിഷയങ്ങളെല്ലാം അതിൻ്റെ വഴിയേ വന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് BA സെക്കൻഡ് ഇയർ പൊളിറ്റിക്കൽ സയൻസിലുള്ള സ്റ്റുഡൻസിന് പഠിക്കേണ്ടതായ ഒരു പേപ്പറാണ് BPCS 185. അതിൻ്റെ ആ പേപ്പർ നെയിം ഡെവലപ്പിംഗ് ഇമോഷണൽ കോമ്പീറ്റൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പേപ്പറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കോഴ്സ് കണ്ടൻറ്റ് ബ്ലോക്ക് 1 പറഞ്ഞിരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇമോഷണൽ ഇൻ്റലിജൻസ് ആൻഡ് ഇമോഷണൽ കോമ്പീറ്റൻസ് എന്നതാണ്. അതിൽ യൂണിറ്റ് 1 കൺസെപ്റ്റ് ഓഫ് ഇമോഷൻ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ഭാഗം കൺസെപ്റ്റ് ഓഫ് ഇമോഷൻ എന്നുള്ള ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ഇമോഷണൽ ഇൻ്റലിജൻസ് ആൻഡ് ഇമോഷണൽ കോമ്പീറ്റൻസ് എന്നുള്ള ആ ഒരു പാർട്ടിൽ നിന്നും നമുക്ക് പഠിക്കേണ്ടതായ ആ ഒരു ഏരിയ എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഏതാനും കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു തരാം. ഓക്കെ, തുടങ്ങാം. അപ്പോൾ ഞാൻ എന്നോട് ആവശ്യപ്പെട്ട ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു പാർട്ട് ഞാൻ എടുത്ത് യൂട്യൂബിലേക്ക് ഇട്ട് തരുന്നത്. അപ്പോൾ എന്നോട് റിക്വസ്റ്റ് ചെയ്ത കാര്യം എന്തെന്നാൽ സെക്കൻഡ് ഇയറിലും ടീച്ചറിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവണം. അത് എൻ്റെ കയ്യിൽ കിട്ടിയാൽ കൂട്ടത്തിലുള്ള എല്ലാ കുട്ടികളിലേക്കും ഈ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്തു കൊള്ളാം, അവർക്ക് കൂടി ഷെയർ ചെയ്തു കൊള്ളാം എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാ ഈ ഒരു ക്ലാസ്സുമായിട്ട് എൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നത്, യു സി, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ഫണ്ടമെൻ്റൽ ആസ്പെക്റ്റ് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ് ഈസ് അവർ കപ്പാസിറ്റി ടു എക്സ്പീരിയൻസ് ഇമോഷൻസ്. അല്ലേ, മനുഷ്യൻ്റെ സഹജമായ ഏറ്റവും അടിസ്ഥാനപരമായ മാനുഷികമായ അനുഭവങ്ങളെ സംബന്ധിച്ച് നാം വിശകലനം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ വൈകാരിക തലങ്ങളുമായി ബന്ധപ്പെട്ട് അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള കഴിവാണ്. അപ്പോൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു വികാര ജീവിയാണെന്ന് നാം പറയും. നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന എന്ത് ഇമോഷൻസും എന്ത് വികാരങ്ങളും ആ ഉണ്ടാകുന്ന സമയത്ത് നാം അത് എക്സ്പ്രസ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന അതിൻ്റേതായ അനുഭവ സമ്പത്തും അത് നമ്മളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു എക്സ്പ്രസ് ചെയ്യുവാൻ, ഇമോഷൻസ്, വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യുവാനുള്ള ആ ഒരു കപ്പാസിറ്റി ഉള്ള ഒരു സോഷ്യൽ ബീയിങ് ആണ് മനുഷ്യരെന്ന് പറയുക. വിതൗട്ട് ദീസ് അവർ എക്സിസ്റ്റൻസ് വുഡ് ബി യൂണിഡൈമെൻഷണൽ ആൻഡ് നോവെയർ ആസ് റിച്ച് ആൻഡ് വൈബ്രൻറ്റ് ആസ് ഇറ്റ് ഈസ്. അപ്പോൾ ഈ ഇമോഷനെല്ലാം തന്നെ എന്തായാലും അത് പ്രകടമാക്കുക. കണ്ടില്ലേ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നിരിക്കുന്ന ഈ ഒരു പിക്ക്, അതിലെ 3 സ്റ്റുഡൻസ്
ഇവരുടേതായ ഇമോഷൻസ് ഏത് തരത്തിലുള്ളതാണെന്ന് നോക്കിക്കേ. അവരുടെ ആ മുഖത്തെ ഫേസ് എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ അറിയാം വൈകാരികമായിട്ട് അവർ ഹാപ്പിനെസ്സിൻ്റെ ഒരു മൂഡിലാണ് നമ്മളുടെ മുന്നിൽ കാണുന്നതെന്നുള്ളത്. അപ്പോൾ ആ വൈകാരികമായ ഇമോഷൻസ്, അത് ഹാപ്പിനെസ് ആവട്ടെ, അതേപോലെ തന്നെ എന്താ പറയുക, വറി, ദുഃഖകരമായിട്ടുള്ള കാര്യമാവട്ടെ, സന്തോഷമായാലും സങ്കടമായാലും എന്തായാലും നാം അതെന്ത് ചെയ്യും, നാം അത് എക്സ്പീരിയൻസ് ചെയ്യും. അതില്ലാതെ മനുഷ്യനില്ല. അതുകൊണ്ട് സമ്പന്നമാണ് നമ്മുടെ മനസ്സ്. അതിന് പല തലങ്ങളുണ്ടാകാം. അതിൻ്റെ ഒരു ഡൈമെൻഷൻ നോക്കുകയാണെങ്കിൽ അത് വൈവിധ്യമാർന്ന തലങ്ങളാണ് നമ്മളിലെ നിലകൊള്ളുക. അത് വളരെ റിച്ച് ആൻഡ് വൈബ്രൻ്റ് എന്ന രീതിയിൽ വിവിധ തലങ്ങളിലാണ് ഇത് നിലകൊള്ളുക. ഇപ്പോൾ ഒരു നേരം ഹാപ്പിനെസ്സിൻ്റെ ഒരു ഫേസ് നമ്മളിലേക്ക് എക്സ്പ്രസ് ചെയ്യുന്നെങ്കിൽ ഇവർ തന്നെ അടുത്ത നിമിഷം ഈ ഹാപ്പിനെസ്സിൻ്റെ ഫേസ് മാറി അടുത്ത നിമിഷം മറ്റൊരു ഫേസായിരിക്കും ഇവരുടെ മുഖത്ത് കാണുക. അപ്പോൾ എന്താ വ്യക്തമാക്കുന്നത്, മനുഷ്യൻ്റെ എക്സിസ്റ്റൻസിലൂടെ യൂണി ഡൈമെൻഷണൽ ആൻഡ് റിച്ച് ആൻഡ് വൈബ്രൻ്റ് ഇമോഷൻസ് നിലനിൽക്കുന്നു എന്നതാണ്. സോ വി എക്സ്പീരിയൻസ് ജോയ് ആൻഡ് പ്ലഷർ വെൻ വി അച്ചീവ് സംതിങ്. നാം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, അങ്ങനെ നാം ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളിലേക്ക് വന്നു ചേരുന്ന അതിൻ്റെ നേട്ടം, അതിലൂടെ കിട്ടുന്ന സന്തോഷം, അതിൻ്റെ ഒരു സുഖകരമായ മനസ്സിൻ്റെ അവസ്ഥ, അത് നാം അതിൻ്റെ ഏറ്റവും ഉന്നതമായ തലത്തിൽ ഔന്നത്യത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അതിൻ്റെ പ്ലഷർ, അതിൻ്റെ ജോയി, ഇതെല്ലാം നാം സന്തോഷകരമായിട്ട് തന്നെ അനുഭവിക്കുകയാണ് അല്ലേ. പിന്നെ മറ്റൊരു നിമിഷം നമ്മളിലേക്ക് എന്തോ ദുഃഖകരമായ ഒരു വാർത്ത നമ്മളിൽ വരുമ്പോഴേക്കോ എന്തോ ഒരു നഷ്ടബോധം, എന്തോ ഒരു സങ്കടം, എന്തോ ഒരു ദേഷ്യം, അപ്പോൾ എന്തെല്ലാം വൈകാരിക ഭാവങ്ങളാണ് ഉള്ളത്. ബിക്കം സാഡ് വെൻ വി ലോസ്, നമുക്ക് നഷ്ടമാകുമ്പോൾ സങ്കടമുണ്ടാകും. ഓർ ഗെറ്റ് ആംഗ്രി ഓർ ഫ്രസ്ട്രേറ്റഡ് വെൻ തിങ്സ് ഡോണ്ട് ടേൺ ഔട്ട് ഓഫ് ദ വേ വി വാണ്ട് ഇറ്റ് അല്ലേ. കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ച വഴിയെ അത് വേണ്ടതുപോലെ പോയില്ല എങ്കിൽ തൊട്ടതിനും പിടിക്കണതിനുമൊക്കെ ദേഷ്യവും ഉണ്ടാകും. അപ്പോൾ മനുഷ്യൻ്റെ വൈകാരിക ഭാവങ്ങളിലേക്ക് നാം ഒന്ന് വിശകലനം ചെയ്യാൻ തുനിഞ്ഞാൽ എത്രയെത്ര വൈകാരിക ഭാവങ്ങളുള്ള ഒരു സോഷ്യൽ ആനിമലാണ് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സ് എന്നത് നാം അറിയണം. But what exactly is this emotion? What does it consist of? How does it affect our thinking and other aspects of our life? പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ഈ വൈകാരിക തലങ്ങളെ, ആ വൈകാരിക ഭാവങ്ങൾ എത്രത്തോളം ഉണ്ട്, എന്തെല്ലാം ഉണ്ട്, അത് എങ്ങനെ നമ്മുടെ ചിന്താധാരയെ സ്വാധീനിക്കുന്നു, അതേപോലെയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റ് തലങ്ങളെയെല്ലാം ഈ വൈകാരിക ഭാവങ്ങൾ എങ്ങനെയാണ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. കോംപ്ലക്സ് കൺസെപ്റ്റ്സ് സച്ച് ആസ് ദീസ് ലൈ സംവെയർ അറ്റ് ദി ഇൻ്റർസെക്ഷൻ ഓഫ് ഫിലോസഫി, സൈക്കോളജി ആൻഡ് ന്യൂറോ സയൻസ്. അപ്പോൾ ഇതിൻ്റെ വൈകാരിക തലങ്ങളുമായി ബന്ധപ്പെട്ട ഡീപ്പ് നോളജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കൺസെപ്റ്റ്സ് എല്ലാം തന്നെ വന്നു ചേരുന്നതും അല്ലെങ്കിൽ നിലകൊള്ളുന്നതും ഇതിൻ്റേതായ വ്യത്യസ്ത സയൻസിൻ്റേതായ തലങ്ങളിലേക്ക് നാം നോക്കിയാൽ ഇൻ്റർസെക്ഷൻ ഓഫ് ഫിലോസഫി, ദെൻ ഇൻ്റർസെക്ഷൻ ഓഫ് സൈക്കോളജി ആൻഡ് ന്യൂറോ സയൻസ്, ഇവിടെയൊക്കെ ഈ മേഖലകളൊക്കെ ടച്ച് ചെയ്ത് നാം നോക്കുമ്പോൾ ഇവിടെയെല്ലാം ഈ പറയുന്ന നമ്മളുടെ മാനുഷിക സ്വഭാവങ്ങളും വൈകാരിക ഭാവങ്ങളും നിറഞ്ഞു നിൽക്കുന്ന വ്യത്യസ്തമായ ഒരു അറിവിൻ്റെ വിവിധ മണ്ഡലങ്ങൾ ഇവിടെയൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെയുള്ള അറിവിൻ്റെ മണ്ഡലങ്ങൾ എന്ന രീതിയിൽ കൺസേൺ ചെയ്യുന്നതാണ് ന്യൂറോ സയൻസ്, ദെൻ സൈക്കോളജി, ദെൻ ഫിലോസഫി എക്സെട്ര. Thus, there are numerous theories and frameworks within which emotions can be understood. അപ്പോൾ ഇമോഷൻസിനെ പറ്റി വളരെ കാര്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫ്രെയിംവർക്ക്, അത് വളരെ വിശദമായുള്ള പരിശോധന, ഇതെല്ലാം നാം നോക്കുമ്പോഴേക്കും അതിലേക്ക് എന്തുണ്ട്, ഒരുപാട് ശാസ്ത്രശാഖകളും അതിൻ്റേതായ തിയറീസും അതിൻ്റേതായ ഫ്രെയിംവർക്ക്സും ഇവയെല്ലാം ഒത്തിരിയായിട്ട് നിലവിലുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സെഷനിൽ അല്ലെ ഈ ഒരു യൂണിറ്റിലൂടെ നാം കടന്നു പോകുമ്പോഴേക്കും നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുക? ഇൻ ദിസ് യൂണിറ്റ് we will focus on the principles that are accepted across disciplines and are based on current evidence from the scientific community. അപ്പോൾ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിൽ നിന്നും ലഭ്യതയുള്ള കറണ്ട് എവിഡൻസ്, ഇമോഷൻസിൻ്റേതായ വിവിധ തലങ്ങൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനേകം കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന വൈകാരിക തലങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആ വിശദമായ തലങ്ങളിലേക്കൊരു അന്വേഷണവുമായിട്ടാണ് നാം ഇന്ന് കടന്നു പോകുന്നത്.
ഇത് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നതിനിടയിൽ കറണ്ട് പോയി എന്നുള്ളതാണ് വേറൊരു വസ്തുത. ഓക്കെ, അപ്പോൾ നമുക്ക് കറണ്ട് പോയതുകൊണ്ട് ചെറിയൊരു ബ്രേക്ക്. ചെറിയൊരു ബ്രേക്ക് വന്നിരിക്കുകയാണ്. കറണ്ട് പോയി, അതാണിപ്പോൾ ഒരു പ്രശ്നം വന്നത്. ഈ ഒരു സമയത്ത് തന്നെ കറണ്ട് പോയി. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കറണ്ട് പോയതാണ് പ്രശ്നമായത്. സോ ദിസ് പാർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഞാൻ. ഇനി ഇതിനെ സംബന്ധിക്കുന്ന അതിൻ്റേതായ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഒരല്പസമയം കറണ്ട് പോയതിൻ്റേതായ, അത് ക്ലാസ്സിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല, ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്ത പിക്ചറിനെ ഇത്തിരി അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് എന്താ ഇതിൻ്റെ പഠനത്തിൻ്റെ ഉദ്ദേശം, ഒബ്ജക്റ്റീവ്സ്. ദെൻ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് യൂണിറ്റ് യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ടു ഡിസ്ക്രൈബ് ദ കൺസെപ്റ്റ് ഓഫ് ഇമോഷൻ. നാം ഈ ഒരു ലെസൺ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, ഇമോഷൻ എന്താണ്, ഇമോഷനെ പറ്റി വൈകാരികമായിട്ടെല്ലാം നന്നായി മനസ്സിലാക്കുക എന്നതാണ്. ദെൻ ആൾസോ ടു എക്സ്പ്ലെയിൻ ദി കമ്പോണൻസ് ദാറ്റ് കംപ്രൈസ് ഇമോഷൻ. ഇമോഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെല്ലാം കമ്പോണൻസ് ആണ്, അതിനെപ്പറ്റി വിശദമായി വിവരിക്കുന്നതിന് വേണ്ടിയുള്ള കമ്പോണൻസ് എന്തെല്ലാമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ദെൻ ലിസ്റ്റ് ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇമോഷൻസ്. ഇമോഷൻസ് ഏതെല്ലാമാണ് എന്നതിനെപ്പറ്റി അറിയാൻ സാധിക്കുക. ദെൻ ആൾസോ ടു അണ്ടർസ്റ്റാൻഡ് ദ ലിങ്കേജ് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇമോഷൻ, തോട്ട് ആൻഡ് ബിഹേവിയർ. അതുപോലെ നാം ഈ ലെസൺ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തിന് കഴിയണം, നമുക്ക് തീർച്ചയായിട്ടും ഇവ തമ്മിലുള്ള റിലേഷൻസ്, ഇമോഷൻസ്, തോട്ട്, അതുപോലെ ബിഹേവിയർ, ഇവയെല്ലാം തമ്മിലുള്ള റിലേഷൻസ് എന്താണ് എന്നുള്ളതിനെപ്പറ്റി അറിയുവാനും സാധിക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമോഷൻസ്. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നേച്ചർ എന്താണ്, എന്താണ് ഇമോഷൻ എന്നൊക്കെയാണ് നാം നോക്കുന്നത്. ദെൻ വാട്ട് ഈസ് ആൻ ഇമോഷൻ? നോക്ക്, ഇവരുടെ ഫേസിലേക്ക് നോക്കിയാൽ മതി, ഇമോഷൻ എന്താണെന്ന് അവർ തന്നെ പറയാതെ പറയും. മുഖത്ത് കാണുന്ന ആ ഒരു ഭാവം അത് ഇമോഷനല്ലേ. വളരെ സന്തോഷകരമായ ഒരു ഫേസ് ഒരാൾ നമ്മുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യുന്നത്, അതൊരു ഹാപ്പിനെസ് നമ്മളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ആ ഹാപ്പിനെസ് എന്നത് തന്നെയാണ് ഇമോഷൻ അല്ലേ. അപ്പോൾ എന്താണ് ഇമോഷൻ എന്ന് പറയുക? ഇറ്റ് അപ്പിയേഴ്സ് ടു സിംപ്ലിസ്റ്റിക് ടു ദി കോമൺ പീപ്പിൾ ടു ഡിഫൈൻ ഇറ്റ്. വാട്ട് ഈസ് ആൻ ഇമോഷൻ? ഇമോഷൻ അപ്പിയേഴ്സ് ടു സിംപ്ലിസ്റ്റിക് ടു ദി കോമൺ പീപ്പിൾ ടു ഡിഫൈൻ. വളരെ ലളിതമാണ് സാധാരണ ജനത്തെ സംബന്ധിച്ച് ഇമോഷൻ എന്തെന്ന് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ സാധാരണ രീതിയിൽ ഇമോഷൻ എന്ന് പറയുമ്പോഴേക്കും എന്തൊക്കെയാണ്? കോമൺ ഇമോഷൻസ് എക്സ്പീരിയൻസ്ഡ് ആർ ജോയ്, ഹാപ്പിനെസ്, ആങ്കർ, സാഡ്നെസ്, ജലസി, ലവ് ആൻഡ് സോ ഓൺ. ഇതെല്ലാമാണ് അല്ലേ. ജോയ് ഉണ്ട്, ഹാപ്പിനെസ്, ജോയിയുടെ മറ്റൊരു ഭാവമാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവയെല്ലാം എന്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്? അതുപോലെ ജലസി, അസൂയ, ദെൻ പ്ലഷർ, ഇവയെല്ലാം എന്താ? ഇവയെല്ലാം ഇമോഷനല്ലേ. അപ്പോൾ ഇമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ സർവ്വസാധാരണമായി സാധാരണ ജനത്തിന് പറയാൻ പറ്റുന്നത് ഇതൊക്കെയാണ്. ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റും? കോമൺ ഇമോഷൻസ് എക്സ്പീരിയൻസ്ഡ് ആർ ജോയ്, ഹാപ്പിനെസ്, ആങ്കർ, സാഡ്നെസ്, ജലസി, ലവ് ആൻഡ് സോ ഓൺ. വി ഈറ്റ് ഗുഡ് ഫുഡ് ആൻഡ് ഫീൽ കണ്ടൻറ്റഡ് അല്ലേ. നല്ല ഭക്ഷണം നമ്മൾ കഴിക്കുന്നു എന്ന് ചിന്തിക്കുക. നല്ല ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു ഫീൽ എന്താ? ഓ, തൃപ്തി. വളരെ നല്ല ഭക്ഷണം കഴിച്ചപ്പോൾ മനസ്സിന് വളരെ തൃപ്തി ഉണ്ടായി. അത് നമുക്കൊരു കണ്ടൻറ്റ്, നമ്മൾ തൃപ്തി നമ്മുടെ മനസ്സിന് ഉണ്ടായി എന്നൊരു തോന്നലാണ്. സോ വി സീ എ ഗുഡ് മൂവി, നമ്മളൊരു നല്ലൊരു സിനിമ കാണുമ്പോഴേക്കും മനസ്സിന് എന്തുണ്ടാകും? ഫീലിംഗ് ഹാപ്പി അല്ലേ. വി സ്പെൻഡ് ടൈം വിത്ത് ലവ്ഡ് വൺസ് ആൻഡ് ഫീൽ ലവ്ഡ്. നമുക്ക് ഇഷ്ടമുള്ളവരോടൊപ്പം ചിലവഴിക്കുകയാണെങ്കിലോ, സമയം ചിലവഴിച്ചാലോ, ഇഷ്ടമുള്ളവരോടൊപ്പം ചിലവഴിക്കുന്ന സമയം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടതുമായിരിക്കും അല്ലേ. വി ലോസ് എ ഗെയിം ആൻഡ് ഫീൽ സാഡ്. നമുക്ക് കളിക്കാൻ കിട്ടിയ ഒരു അവസരം, പക്ഷേ സമയം എങ്ങനെയോ നഷ്ടമായി. അപ്പോൾ നമുക്ക് എന്ത് തോന്നും? നമുക്ക് ഭയങ്കരമായ ദുഃഖം തോന്നും. അപ്പോൾ ഈ പറഞ്ഞതിലെല്ലാം എന്തുണ്ട്? ഇമോഷനുണ്ട്. ശരിയല്ലേ. സാഡ്, ജലസി, ജോയി, ഹാപ്പിനെസ്, ഇവയെല്ലാം തന്നെ എന്താണ്? ഇവയെല്ലാം ഇമോഷനാണ് എന്നതാണ് പ്രത്യേകത. അപ്പോൾ ഇമോഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഇവയൊക്കെയാണ് ഇമോഷൻ എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നതും അല്ലേ.
എന്താണ് നമ്മുടെ നിത്യജീവിതത്തിൽ നാം അനുഭവപ്പെടുന്ന, നമ്മുടെ മനസ്സിൽ അനുഭവപ്പെടുന്ന വൈകാരികമായ വ്യത്യസ്ത ഭാവങ്ങളെയാണ് നാം ഇമോഷൻസ് എന്ന് പറയുന്നത്. ദെൻ വിഷ്വലൈസ് യുവർ സെൽഫ് ഇൻ ദ ഫോളോവിങ് സിറ്റുവേഷൻസ്. നിങ്ങൾ ഈ താഴെ പറയുന്ന സിറ്റുവേഷൻ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിക്കേ. You have been standing in the line to collect your admission form for over 2 hours. Your train is finally about to arrive after 2 others ahead of you when the form disbursing staff member announces his lunch break and closes the window. അതായത് നിങ്ങളിങ്ങനെ ഒന്ന് ചിന്തിക്കേ. നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഫോം വാങ്ങാൻ ഒരു ക്യൂവിൽ പോയി നിൽക്കുകയാണ്. ആ ക്യൂവിൽ നിൽക്കുന്നതോ മണിക്കൂറുകളോളമാണ്, 2 മണിക്കൂറിലധികം നിന്നു. അതിനുശേഷം നിങ്ങളുടെ ഒരു ഊഴം വന്നു. അപ്പോഴേക്കുമാണ് ആ 2 മണിക്കൂറിന് ശേഷമാണ് നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ ഫോം വാങ്ങുവാനായിട്ട് സമയം അനുവദിച്ചത്. സോ യുവർ ട്രെയിൻ ഈസ് ഫൈനലി അബൌട്ട് ടു arrive ആഫ്റ്റർ 2 others ahead of you when the form disbursing staff member announces his lunch break and closes the window. എന്ത് ചെയ്യും? നിങ്ങൾക്കുണ്ടാവുന്ന ഒരു ഭാവം എന്താ? അതാത് മനസ്സിലായോ? അതായത് 2 മണിക്കൂറായിട്ട് അവിടെ കാത്തു നിൽക്കുകയാണ്. ഈ 2 മണിക്കൂർ നിങ്ങളുടെ ഊഴം വന്നപ്പോൾ നിങ്ങളുടെ മുന്നിൽ 2 പേര് നിങ്ങൾക്ക് മുന്നിൽ നിൽപ്പുണ്ട്. ആ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന 2 പേർക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പോൾ സമയം ഏകദേശം 1:30 അടുക്കുന്നു. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വിതരണം ചെയ്ത ആ കൺസേൺഡ് ഒഫീഷ്യലായ സ്റ്റാഫ് വന്ന് പറയുകയാണ്, ഇനി ലഞ്ച് ബ്രേക്കിനുള്ള സമയമാണ്, അതുകൊണ്ട് ഇനി ഇപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നില്ല. എന്തായിരിക്കും നിങ്ങളുടെ മുഖത്തെ ഭാവം? നിങ്ങൾ നിരയിൽ ക്യൂവിൽ സ്ഥാനം പിടിച്ചു, കഴിഞ്ഞ 2 മണിക്കൂറിലധികമായിട്ട് നിരയിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സപ്ലൈ ചെയ്യേണ്ട സമയമെത്തിയപ്പോൾ അയാൾ വന്നിട്ട് പറയുകയാണ്, ഇനി ഇപ്പോൾ കൊടുക്കില്ല, ഇനി ഞങ്ങൾക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയമാണെന്നും പറഞ്ഞ് ആ ആപ്ലിക്കേഷൻ കൊടുക്കണ വിൻഡോയുടെ വാതിലും അടച്ച് അയാളങ്ങ് പോകുന്നു. എന്തായിരിക്കും മനസ്സിൽ തോന്നുന്നേ? എന്തെങ്കിലും പറയാനുണ്ടോ? എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൽ അപ്പോഴുണ്ടാവുന്ന ഭാവം? ആരോടായിരിക്കും നിങ്ങൾക്കുണ്ടാവുന്ന ദേഷ്യം? അപ്പോൾ അവിടെ ഒരു ഇമോഷൻ അവിടെ ശരിയായ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലേ? അപ്പോൾ ആ ഇമോഷൻ്റെ ആ വൈകാരിക തലം ആ ആപ്ലിക്കേഷൻ സപ്ലൈ ചെയ്ത അയാളോട് തീരാത്ത കലി നിങ്ങളുടെ മനസ്സിൽ വന്ന് നിറയുന്നു എന്ന് വേണം നമുക്ക് ചിന്തിക്കുവാനായിട്ട്. അപ്പോൾ അത് നിങ്ങളെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനും അവിടെ വന്നു ചേരാവുന്നതാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഇമോഷൻ്റേതായ ആ ഒരു പ്രത്യേകതയാണിത്. നമ്മൾ വളരെയധികം സൂക്ഷ്മതയോടുകൂടി ആ ഒരു ഫോം വാങ്ങുവാനായിട്ട് നമ്മൾ ആ ക്യൂവിൽ പോയി നിന്നിട്ട് നമ്മളെ പരിഗണിക്കുന്ന സമയം വന്നപ്പോൾ അവർ നമ്മളുടെ നേരെ വാതിലടച്ചു. ആ വാതിലടച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായ ആ ഒരു ചിന്ത എന്താണെന്നുള്ളതാണ് അല്ലേ? ഇനി അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭം ഒന്ന് ആലോചിച്ചേ. യു ആർ വെയിറ്റിംഗ് ബാക്ക് സ്റ്റേജ് ടു ബിഗിൻ യുവർ പ്രസൻറ്റേഷൻ ടു ആൻ ഓഡിറ്റോറിയം ഫുൾ ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. അതായത് നിറയെ വിദ്യാർത്ഥികളും അധ്യാപകരും നിറഞ്ഞിരിക്കുന്ന ഒരു ഓഡിറ്റോറിയത്തിൽ നിങ്ങളുടെ പേപ്പർ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് സമയത്തെ ഇങ്ങനെ കാത്തിരിക്കുന്നൊരു സന്ദർഭം. Then you are on your way to meet a very close friend after a gap of 3 years during which they were living and studying abroad. അതായത് നാളുകൾക്ക് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ ഒരു 3-4 വർഷത്തിന് ശേഷം നിങ്ങൾ കാണാൻ പോകുന്ന ഒരു സന്ദർഭം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഫീലിംഗ് എന്തായിരിക്കും എന്ന് ആലോചിച്ച്. Then another occasion, your favorite cricket or football team wins the World Cup. ഈ ഒരു ഒക്കേഷൻ എന്തായിരിക്കും മനസ്സിൽ കൊണ്ടുവരുന്ന സന്തോഷമാണോ അതോ ഒരു എക്സൈറ്റ്മെൻ്റ് ആണോ? അതായത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ക്രിക്കറ്റ് ടീം അല്ലെങ്കിൽ ഫുട്ബോൾ ടീം അവർ വേൾഡ് കപ്പ് നേടുന്നു എന്നറിയുന്ന ആ ഒരു നിമിഷം എന്തായിരിക്കും മനസ്സിൽ തോന്നുന്ന ആ ഒരു ഫീലിംഗ്? ഓക്കെ, ഇവിടെയൊക്കെ ഓരോ ഫീലിംഗ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരുപാട് സന്ദർഭങ്ങൾ പറഞ്ഞു. ഈ ഓരോ സന്ദർഭത്തിലും അവിടെ നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും അവിടെ ഓരോരോ ഫീലിംഗ് അവിടെ ഡെവലപ്പ് ചെയ്യും. തീർച്ചയല്ലേ? The above examples may serve as powerful
റിമൈൻഡേഴ്സ് ഓഫ് ഇൻറ്റൻസ് ഇമോഷൻസ് ദാറ്റ് യു മൈറ്റ് ഹാവ് എക്സ്പീരിയൻസ്ഡ് റൊട്ടീൻലി. അപ്പോൾ ഈ പറഞ്ഞ മുകളിലെ ഈ സാന്ദർഭികമായിട്ടുള്ള ഉദാഹരണങ്ങളെല്ലാം പരിശോധിച്ചാലും അവിടെ എന്തുണ്ട്? ഇവയെല്ലാം പവർഫുൾ റിമൈൻഡേഴ്സാണ്. അതായത് ഇൻറ്റൻസ് ഫീലിങ്ങിൻ്റേതായ പവർഫുൾ റിമൈൻഡേഴ്സാണ് ഇവയെ ഓരോന്നും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഫാക്ട് ലുക്കിംഗ് ബാക്ക് ഓൺ യുവർ ഡേ ആസ് യു റീഡ് ദിസ് യൂണിറ്റ് യു മേ ബി ഏബിൾ ടു റെക്കഗ്നൈസ് ദാറ്റ് ഹൗ യു മൈറ്റ് ഹാവ് ഫെൽറ്റ് വെൻ ദ ഡേ ബിഗൻ. അപ്പോൾ ഒരു നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ തിരിച്ചറിയാൻ സാധിക്കുന്നത് നമ്മളുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നമ്മുടെ ഓരോരോ എൻഗേജ്മെൻറ്റ്, ആ എൻഗേജ്മെൻ്റ് എല്ലാം കഴിയുമ്പോൾ നമുക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കുന്ന കാര്യം എന്താണ്? നാം സ്വയം നമുക്ക് തോന്നുന്ന ആ ഓരോ ദിവസം എങ്ങനെ തുടങ്ങി, എങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്തു, ഓരോരോ കാര്യങ്ങളിലും ഇടപെട്ടപ്പോഴേക്കും നമ്മളുടെ മനസ്സിലുണ്ടായ ഫീലിംഗ് അപ്പോഴും ഇപ്പോഴും എന്താണ്? അപ്പോൾ ഓരോ സമയത്തും നിങ്ങൾ ഓരോരോ സാന്ദർഭികമായിട്ട് ഓരോരോ കാര്യങ്ങൾ ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെ ഫിനിഷ് ചെയ്യുമ്പോഴേക്കും മനസ്സിൽ വന്നു പതിയുന്ന ആ ഇമോഷനെ അവയെല്ലാം തന്നെ നമുക്കിവിടെ പ്രതിപാദ്യ വിഷയമായിട്ട് വരുന്നുണ്ട് എന്നതാണ് ഈ ഒരു ലെസൻ്റെ പ്രത്യേകത. By the time you finish reading this, your emotion might have changed again. So what are these powerful shifting states? Okay. You see, emotion is a complex chain of loosely connected events that begins with a stimulus and includes feelings, psychological changes, impulses to actions and specific goal-directed behavior. അതായത് 2001 പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫനിഷനാണ് ഇത്. 2001 ആരാണിത് പറഞ്ഞു വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ പ്ലച്ചിക്ക് എന്നാണ് അയാളുടെ പേര്. അയാൾ പറയുന്നത് ഇമോഷൻ എന്നൊരു കോംപ്ലക്സ് ചെയിൻ ഓഫ് ലൂസ്ലി കണക്റ്റഡ് ഇവൻറ്റ്സ്, വളരെ സങ്കീർണമായി കിടക്കുന്ന അവിടെയായിട്ട് പലതരത്തിലുള്ള കാര്യങ്ങളും നടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ നടന്നു പോയിട്ടുള്ള പല പല ലൂസ്ലി ഇവൻറ്റ്സും അവയെല്ലാത്തിനെയും തമ്മിൽ കണക്ട് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സ്റ്റിമുലസ്, അതിൻ്റേതായ ഒരു റിഫ്ലക്ഷൻ, അതിൻ്റേതായ ഒരു എന്താ പറയുക, ഒരു സ്റ്റിമുലസ് എന്ന് പറയാം. ആൻഡ് ഇൻക്ലൂഡ്സ് ഫീലിങ്സ്. ആ സ്റ്റിമുലസിൻ്റെ കൂട്ടത്തിൽ അതെന്ത് ഉൾപ്പെടുന്നുണ്ട്? അതിൻ്റേതായ ഫീലിംഗ്. അതായത് പല പല സാന്ദർഭികമായിട്ട് പല പല സമയങ്ങളിലായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഓരോരോ കാര്യങ്ങൾ, ഓരോരോ വിഷയങ്ങൾ നമ്മളതിൽ ഇടപെടുമ്പോൾ, ഓരോ വിഷയത്തിലും ഇടപെടുമ്പോഴും ഓരോരുത്തരുമായിട്ടും ഇടപെടുമ്പോഴും നമുക്ക് മനസ്സിൽ കിട്ടുന്ന ഓരോരോ വൈകാരികമായ ഭാവങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഈ വൈകാരികമായ ഭാവങ്ങളെ അല്ലെങ്കിൽ വൈകാരികമായ കാര്യങ്ങളെ അതിനെയാണ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളെയൊക്കെ നാം ഒന്ന് കൂട്ടിയിണക്കുമ്പോഴേക്കും പലതരത്തിലുള്ള സ്റ്റിമുലേഷൻസ്, അതിൻ്റെ റെസ്പോൺസസ്, പലതരത്തിലുള്ള സ്റ്റിമുലസ് ആയിരിക്കും നമ്മുടെ മനസ്സിനുണ്ടാക്കുന്നത്. ആ റെസ്പോൺസസിലൂടെ ഉണ്ടാകുന്ന ഫീലിങ്സും അത് വ്യത്യസ്തമാവാം. അത് നമ്മുടെ മാനസികമായ മാറ്റങ്ങൾ മനസ്സിനെ ഉണ്ടാക്കുന്നു, അതിൻ്റേതായ ഇമ്പൾസസ് ഉണ്ടാക്കുന്നു. ആ ഇമ്പൾസസിലൂടെയുള്ള ചില ആക്ഷൻസും അതിലൂടെയുള്ള സ്പെസിഫിക് ഗോൾസും അതെല്ലാമാണ് നമ്മുടെ ബിഹേവിയറിനെ ഡയറക്റ്റ് ചെയ്യുക എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. സോ വൺസ് അഗെയിൻ, ഇമോഷൻ ഈസ് എ കോംപ്ലക്സ് ചെയിൻ ഓഫ് ലൂസ്ലി കണക്റ്റഡ് ഇവൻറ്റ്സ് ദാറ്റ് ബിഗിൻസ് വിത്ത് എ സ്റ്റിമുലസ് ആൻഡ് ഇൻക്ലൂഡ്സ് ഫീലിംഗ്സ്, സൈക്കോളജിക്കൽ ചേഞ്ചസ്, impulses to action and a specific goal directed behavior. Okay, then another person named Woodworth, in 1945 he defines emotion as a stirred up state of organism that appears as feelings to the individual himself as a disturbed muscular and glandular activity to an external observer. അപ്പോൾ വുഡ്വർത്ത് 1945 ഇമോഷനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇമോഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇപ്രകാരമാണ്. എന്താ പറയുന്നത്? ആസ് എ സ്റ്റിയേർഡ് അപ്പ് സ്റ്റേറ്റ് ഓഫ് ആൻ ഓർഗാനിസം. ഓർഗാനിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു ലിവിങ് തിങ് അല്ലേ, ഒരു ജീവിയല്ലേ. അപ്പോൾ ഓർഗാനിസം എന്ന് പറയുമ്പോൾ അത് മനുഷ്യനെ സംബന്ധിച്ചാവാം, മറ്റു ജീവജാലങ്ങളെ സംബന്ധിച്ചൊക്കെ ആവാം. അപ്പോൾ ഇത് ഒരു ഓർഗാനിസത്തിൻ്റെ, ഒരു ജീവനുള്ള ഒന്നിൻ്റേതായ ഒരു സ്റ്റിയേർഡപ്പ് സ്റ്റേറ്റാണ്. ആ സ്റ്റിയേർഡപ്പ് സ്റ്റേറ്റിൽ അത് പ്രകടമാക്കുന്ന ഭാവങ്ങൾ വ്യത്യസ്തമാവാം. അപ്പോൾ ആ ഫീലിംഗ് പ്രധാനമായിട്ടും ആ സ്റ്റിയേർഡപ്പ് സ്റ്റേറ്റ് ഓഫ് ഫീലിങ്സ് അത് വ്യക്തിയുടെ നിന്നും നമ്മൾക്ക് തീർച്ചയായിട്ടും ഒരു ഡിസ്റ്റർബ്ഡ് മസ്കുലർ, നമ്മൾ വ്യക്തികളെ കേന്ദ്രീകരിച്ച് ആ സ്റ്റിയേർഡപ്പ് ബിഹേവിയറിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിനെ എന്തൊക്കെയോ വൈകാരികമായിട്ട് എന്താ പറയുക ഡിസ്റ്റർബ് ചെയ്യുന്ന ചില മസ്കുലർ ആൻഡ് ഗ്ലാൻഡുലർ ആക്ടിവിറ്റി,
അതായത് സ്വാഭാവികമായ ഒരു സിറ്റുവേഷനിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചില സിറ്റുവേഷനിലേക്ക് വ്യക്തികൾ മാറുമ്പോൾ ആ വ്യക്തികളുടെ മനസ്സിനെ ഇൻഡിവിജ്വൽസ് എന്ന രീതിയിൽ അയാളുടെ മനസ്സിലുണ്ടാകുന്ന വൈകാരികമായ സ്വഭാവ സവിശേഷതകൾ അത് വ്യത്യസ്തമായ തലങ്ങളിലേക്ക് തന്നെ ഡിസ്റ്റർബ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആ വ്യക്തിയിലുള്ള മസ്കുലർ ആൻഡ് ഗ്ലാൻഡുലർ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ആയിരിക്കാം എന്നതാണ് ഒരു എക്സ്റ്റേണൽ ഒബ്സർവർക്ക് നോക്കിക്കണ്ട് ഇതിനെപ്പറ്റി പറയാൻ സാധിക്കുക. ഓക്കെ, ദെൻ മോറിസ് 1979 അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ്? ഇമോഷൻ ഈസ് എ കോംപ്ലക്സ് അഫക്റ്റീവ് എക്സ്പീരിയൻസ് ദാറ്റ് ഇൻവോൾവ്സ് ഡിഫ്യൂസ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആൻഡ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓവർട്ട്ലി ഇൻ ക്യാരക്ടറിസ്റ്റിക്സ് ബിഹേവിയർ പാറ്റേൺസ്. അപ്പം നാം മനസ്സിലാക്കുന്ന ഇതാണ്, പലരും പല രീതിയിൽ ഇമോഷൻ എന്ന കൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്യുവാനായിട്ട് തുനിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ മോറിസ് പറഞ്ഞു വെച്ചിരിക്കുന്ന ഇതാണ്, ഇമോഷൻ വളരെ സങ്കീർണപരമായ മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു അനുഭവമാണ്. ആ അനുഭവത്തിൽ ഉൾപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളും അതേപോലെ തന്നെ ആ ശാരീരികമായ മാറ്റങ്ങൾ അത് സ്വാഭാവിക തന്മയിൽ നിന്നും വളരെ അധികമായിട്ട് പ്രകടമാക്കുകയും അത് തൻ്റെ ബിഹേവിയറൽ പാറ്റേണിനെ തന്നെ അതിയായി അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. ദസ് ഇമോഷൻസ് ആർ എക്സ്പീരിയൻസ്ഡ് ഇൻ റെസ്പോൺസ് ടു എ പർട്ടിക്കുലർ ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ ഇവൻറ്റ്. അപ്പോൾ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നെങ്കിൽ അത് ബാഹ്യമായതോ അല്ലെങ്കിൽ ആന്തരികവുമായിട്ടുള്ള ചില ഭാവങ്ങളുടേതായ പ്രകടനങ്ങളാണ്. അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസാണ് ഇമോഷൻസ്. ആ പ്രകടനങ്ങളുടേതായ ഒരു ഭാവജാലമാണെന്ന് നമുക്ക് പറയാം, അല്ലേ? മാറ്റങ്ങളല്ലേ, മനസ്സിനുണ്ടാകുന്ന ചിന്തകളുടേതായൊരു ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ. ആ ചിന്തകളുടെ സങ്കീർണതകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിനെ ഏതെല്ലാം തരത്തിലാണോ റെസ്പോൺസ് ഒന്നിലേക്ക് കണക്ട് ചെയ്ത് ഓരോരോ ഇവൻസുമായിട്ടും പോകുന്നത്. അപ്പോൾ അത്തരം ഇവൻസ് എല്ലാം തന്നെ ഓരോന്നായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴേക്ക് നമുക്കുണ്ടാകുന്ന ഓരോരോ റെസ്പോൺസസ് അത് ഏത് തരത്തിലാണ് എന്നത് നാം ചിന്തിച്ചുകൊണ്ട് പെരുമാറേണ്ടതുണ്ട് എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ഈ BPCS 185 എന്നുള്ള ഈ ഒരു പേപ്പർ ഡെവലപ്പിംഗ് ഇമോഷണൽ കോമ്പിറ്റൻസ് എന്നത് ശരിക്കും നമുക്ക് പറയാം ഇത് സൈക്കോളജിക്കൽ ആസ്പെക്റ്റുമായി, മനുഷ്യൻ്റെ മനസ്സിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് പറയാം. ദസ് ഇമോഷൻസ് ആർ എക്സ്പീരിയൻസ്ഡ് ഇൻ റെസ്പോൺസ് ടു എ പർട്ടിക്കുലർ ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ ഇവൻറ്റ്. A response of this kind involves physical arousal in the body, heart rate, blood pressure, then perspiration, then release of hormones, etc. ഇത് ശാരീരികമായോ മാനസികമായോ ഒക്കെ ഉണ്ടാകുന്ന ചില തരത്തിലുള്ള ഭാവപ്രകടനങ്ങളാണ്. ഈ ഭാവപ്രകടനങ്ങൾ ശരീരത്തിലും മനസ്സിലുമൊക്കെ ഉണ്ടാകുമ്പോഴേക്കും അത് നമ്മളെ ഒരേപോലെ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ദാറ്റ് ഇൻവോൾവ്സ് ഫിസിക്കൽ അറൗസൽ ഇൻ ദ ബോഡി, ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷറിൽ, ദെൻ പേഴ്സ്പിറേഷനിൽ, ഹോർമോൺ റിലീസിലൊക്കെ മാറ്റം ഉണ്ടാക്കാം. അപ്പോൾ ആ മാറ്റത്തിൻ്റെ ഫലമായിട്ടുള്ള ഭാവപ്പകർച്ച നമ്മുടെ മനസ്സിനുണ്ടാക്കാം, നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ വന്നു ചേരാം. ദെൻ സെക്കൻഡ്ലി എ മോട്ടിവേഷൻ ടു ടേക്ക് ആക്ഷൻ ഈസ് ആക്ടിവേറ്റഡ്. സീക്കിംഗ് തിങ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് പ്രൊവൈഡ് പ്ലഷർ ആൻഡ് അവോയ്ഡിങ് ദോസ് ദാറ്റ് ഗീവ് റൈസ് ടു എ പെയിൻ ഓർ അൺപ്ലസൻറ്റ്നെസ്. അതുപോലെ ചില തരത്തിലുള്ള ഇമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഒരു മോട്ടിവേഷണലായിരിക്കാം. ആ മോട്ടിവേഷണലായിട്ടുള്ള ആക്ഷനാണ് നമ്മുടെ ഭാഗത്ത് നടക്കുന്നതെങ്കിൽ അത്തരം മോട്ടിവേഷണലായിട്ടുള്ള ആക്ഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ പരിണിതഫലമായിട്ട് ആത്യന്തികമായിട്ട് നാം എപ്പോഴും ആക്ടിവിറ്റീസും അതുപോലെ തന്നെ കാര്യങ്ങളിലേക്ക് നാം ചെന്ന് എത്തപ്പെടുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷകരമായിട്ടുള്ളത്, അതുപോലെ തന്നെ എപ്പോഴും അൺപ്ലസൻ്റ് ആയിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ അവോയ്ഡ് ചെയ്ത് നിൽക്കുന്നതിലും ആകാം. ദെൻ തേർഡ്ലി ഇമോഷൻസ് അറൈസ് ഔട്ട് ഓഫ് അവർ സെൻസേഷൻ. അപ്പോൾ സെൻസേഷനിൽ നിന്നും ഇമോഷൻസ് ഉണ്ടാകാം. അതുപോലെ പെർസെപ്ഷൻസ് ആൻഡ് തോട്ട്സ്. കാര്യം നാം എന്ത് ചിന്തിക്കുന്നുവോ നമ്മുടെ സെൻസേഷനായിട്ടുള്ള ആ ഒരു ഭാവം എന്താണോ മനസ്സിൽ നാം പെർസീവ് ചെയ്യുന്നത്, നാം പൊതുവെ ചിന്തിച്ചു കൂട്ടുന്നത്, നമ്മുടെ ചിന്താധാരകൾ, ഇതെല്ലാം തന്നെ നാം അതിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന പല ഒബ്ജക്ട്സും ഉണ്ടാകാം. ദെൻ പേഴ്സൺസ് ആൻഡ് സിറ്റുവേഷൻസ്. നമ്മൾ എത്തപ്പെടുന്ന ആളുകൾ, ഇടപെടുന്ന ആൾക്കാർ, നമ്മളിൽ നിൽക്കുന്ന സിറ്റുവേഷൻസ്, ഇവയെല്ലാമായി ബന്ധപ്പെട്ട് വരുന്നത് ആവാം. പെർസെപ്ഷൻസ് ആൻഡ് തോട്ട്സ് റിലേറ്റഡ് ടു ഒബ്ജക്ട്സ്, പേഴ്സൺസ് ആൻഡ് സിറ്റുവേഷൻസ്. അപ്പോൾ പെർസെപ്ഷൻസ് ചിന്താധാരകളാണ്, അവരവരുടെ ചിന്തകളും ഒബ്ജക്ട്സ് ലക്ഷ്യങ്ങളും, അതായത് ലക്ഷ്യം മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കണമെന്നറിയാം. നാം എന്താണോ ചിന്തിക്കുന്നത്
ആ ചിന്തയ്ക്കനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന ആത്യന്തിക ഫലം. നാം നെഗറ്റീവായിട്ടാണ് ചിന്തിക്കണമെങ്കിൽ നമ്മളിൽ വന്നു ചേരുന്ന ഫലവും നെഗറ്റീവായിരിക്കും. അതല്ല, നാം എപ്പോഴും മനസ്സ് പ്ലസൻ്റായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് നാം ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും അതിനനുസരിച്ച് ചിന്തിക്കുകയും ചെയ്താൽ മനസ്സിൽ നമ്മളെ മറ്റു തരത്തിലുള്ള ഒന്നും തന്നെ ബാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചിന്തകൾക്കനുസരിച്ചാണ് നമുക്ക് വന്നു ചേരുന്ന ഓരോരോ ഔട്ട്കം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ ഇമോഷൻ അതിന് വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ടു ഡു വി പെർസീവ് സംതിങ്, തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ഇൻ്റർപ്രറ്റ് ഇറ്റ്. അതായത് നാം എങ്ങനെ കാര്യങ്ങളെ കാണുന്നു, എങ്ങനെ വീക്ഷിക്കുന്നു, നാം എങ്ങനെ ഇടപെടുന്നു, ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. ഫോർത്തിലി, ഇമോഷൻസ് വേരി ഇൻ ദെയർ ഇൻറ്റൻസിറ്റി. അതായത് ഇൻറ്റൻസിറ്റിയിൽ വളരെ വ്യത്യാസമുണ്ടാകും ഇമോഷൻസ്. ഉദാഹരണം എടുക്കുക, ഇപ്പോൾ ഹാപ്പിനെസ്സിൻ്റെ കാര്യം എടുത്തു. ഹാപ്പിനെസ് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ് ആസ് പ്ലസൻറ്റ് ആൻഡ് കണ്ടൻറ്റഡ് അറ്റ് ദ ലോവർ എൻഡ് ഓഫ് ദി continuous, and whereas excited and thrilled at the higher end of the കണ്ടിന്യൂസ്. അതായത് കണ്ടിന്യൂസ് ആക്ഷൻ എന്നുള്ളതാണ്. അത് നാം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും അതിലൂടെ നമുക്ക് കിട്ടുന്ന സന്തോഷം, ആ സന്തോഷത്തിൻ്റെ പ്രകടനം എന്ന് പറയുമ്പോഴേക്കും അത് ഒരു ലോവർ എൻഡിങ് എന്ന രീതിയിലായിരിക്കും. മറിച്ച് ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ഇവരുടെ മുഖത്ത് കാണുന്ന ഭാവമായിരിക്കും ത്രില്ലിംഗ് എക്സ്പീരിയൻസ് എന്ന രീതിയിൽ വരുമ്പോഴേക്കും. അപ്പോൾ അതാണ് ഹാപ്പിനെസ്സും ആ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേക്കും അതിൽ രണ്ടിലും വ്യത്യാസമുണ്ടായിരിക്കും. ഒരു ത്രിൽഡ് എക്സ്പീരിയൻസ് അതിൻ്റെ പീക്ക് ലെവലിലായിരിക്കും. ഹാപ്പിനെസ് എന്ന രീതിയിൽ വരുമ്പോഴേക്കും അതതിൻ്റെ ഏറ്റവും ലോവർ ആയിട്ടുള്ള ലെവലിലായിരിക്കും. സിമിലർലി ബീയിങ് ഇറിറ്റേറ്റഡ് ആൻഡ് അപ്സെറ്റ്, ഇതും ഫീലിംഗ് അല്ലേ, ഇറിറ്റേറ്റ് ചെയ്യിക്കുക. ചിലരെ ഇങ്ങനെ വർത്തമാനത്തിലൂടെ ഇറിറ്റേറ്റ് ചെയ്യുക എന്ന് പറയില്ലേ, അതേപോലെ തന്നെ അനാവശ്യമായിട്ട് ഇങ്ങനെ അപ്സെറ്റ് ചെയ്തിരിക്കുക, അതൊക്കെ എന്താണെന്ന് പറയാൻ സാധിക്കും, അത് ആങ്കറിൻ്റെ, ദേഷ്യത്തിൻ്റെ മൈൽഡർ ഫോംസാണ്. വേറാസ് ഫ്യൂരിയസ് ആൻഡ് എൻറേജ്ഡ്, അതുപോലെ ദേഷ്യം, കോപം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ളത് ഫ്യൂരിയസ് ആവുക, വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ദേഷ്യം ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോഴേക്കും അത് ഹൈ ഇൻറ്റൻസിറ്റി എന്തിൻ്റെ, ആങ്കർ ഫീലിംഗ്. അപ്പോൾ ആങ്കർ ഫീലിംഗ് ആണെങ്കിൽ അതിൻ്റെ ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ട് എന്ത് പ്രകടമാക്കാം, ഫ്യൂരിയസ് ആവാം, എൻറേജ്ഡ് ആവാം. അതേപോലെ തന്നെ നമുക്ക് ഹാപ്പിനെസ് എന്നുണ്ടാകുന്ന സിറ്റുവേഷനിൽ അത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നതും അപ്സെറ്റ് ആക്കുന്നതുമായ സന്ദർഭങ്ങളും ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെ വ്യത്യസ്ത ഭാവങ്ങളാണ് അല്ലേ, ഇമോഷൻ്റെ വ്യത്യസ്ത ഭാവങ്ങളായിട്ടാണ് ഇതിനെല്ലാം തന്നെ നമുക്ക് കണക്കാക്കുവാനായിട്ട് സാധിക്കുക എന്ന് പറയാൻ സാധിക്കും. സോ ഇമോഷൻസ് ആർ നോട്ട് ദ സെയിം ആസ് ഫീലിംഗ്. ഇമോഷനും ഫീലിംഗും ഒന്നല്ല. അതുപോലെ ഇമോഷൻസ് ക്യാൻ ബി ഡിസൈറബിൾ അണ്ടർസ്റ്റാൻഡബിൾ ടു ആൻ ഇൻഡിവിജ്വൽ ദാറ്റ് ഡിപ്പെൻഡിങ് ഓൺ വെദർ ദ സെഡ് ഇവൻറ്റ് ഈസ് പെർസീവ്ഡ് ആസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോഴേക്കും ഒരു ഇമോഷൻ എന്ത് തന്നെ ആയാലും അയാൾക്കത് ഒരു കാര്യം കേൾക്കുമ്പോൾ അയാളിലേക്ക് വന്നു ചേരുന്ന ഇവൻറ്റിനെ പറ്റി അയാൾ പെർസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരാൾ പറയുന്നു, ഒരാൾ കേൾക്കുന്നു. ആ പറയുന്നയാൾ പറയുമ്പോഴേക്കും കേൾക്കുന്നയാളുടെ മനസ്സിലേക്ക് എന്ത് ഭാവമാണ് കൊണ്ടുവന്ന് തരിക, ആ കൊണ്ടുവന്ന് തരുമ്പോഴേക്കും നമുക്ക് അത് പോസിറ്റീവ് തിങ്കിങ്ങിലൂടെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിച്ചാലേ നമ്മൾ പോസിറ്റീവാണ്. അതുകൊണ്ട് നമ്മളിൽ വന്നു ചേരുന്ന അതിനെ തുടർന്നുള്ള ആത്യന്തികമായ കാര്യങ്ങളും പോസിറ്റീവായിട്ട് കൊണ്ടുപോവുക സാധിക്കും. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ആ ഇമോഷണൽ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെയാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ഡ്രൈവിങ് എ റേഞ്ച് ഓഫ് ഹ്യൂമൻ ബിഹേവിയേഴ്സ് സച്ച് ആസ് അറ്റാക്കിംഗ്, അതുപോലെ തന്നെ ഫ്ലീയിങ്, സെൽഫ് ഡിഫെൻസ്, ഫോമിങ് റിലേഷൻഷിപ്സ്, ദെൻ ബിഹേവിയേഴ്സ് സച്ച് ആസ് അതുപോലെ തന്നെ റീപ്രൊഡ്യൂസിങ് എക്സെട്ര. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയാവോ, റിഗാർഡ്ലെസ് ഓഫ് വെദർ ദ കോൺസിക്വൻസസ് എന്ത് തന്നെയും ആയട്ടെ, പക്ഷേ നാം എപ്പോഴും ഒരു കാര്യത്തെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോഴേക്കും നാം എപ്പോഴും എങ്ങനെയായിരിക്കണം, നാം എപ്പോഴും ചിന്തകൾ കൊണ്ട് പോസിറ്റീവായി ഇമോഷൻ്റെ കാര്യത്തിലെ പോസിറ്റീവ് തിങ്കിങ് കീപ്പ് ചെയ്യാനായിട്ട് നാം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ബിഹേവിയർ സൂക്ഷിക്കേണ്ടത് എന്നുള്ളതാണ്. ദെൻ ഇമോഷൻസ് ആർ നോട്ട് സെയിം ആസ് ഫീലിങ്സ്. എന്താ അങ്ങനെ പറയുക, ദ ടേം ഫീലിംഗ് ഈസ് യൂസ് ടു റെഫർ ടു എ പേഴ്സൺസ് പ്രൈവറ്റ് ഇമോഷണൽ എക്സ്പീരിയൻസ് ഓർ സെൽഫ് പെർസെപ്ഷൻ ഓഫ് എ സ്പെസിഫിക് ഇമോഷൻ. ഒരു പ്രത്യേക ഇമോഷനെ വൈകാരിക തലത്തിൽ ഒരു വ്യക്തിക്ക് പ്രകടമാക്കാൻ വേണ്ടിയുള്ളതാണെങ്കിൽ, ഇപ്പോൾ ഒരു കാര്യം ഇവിടെ ഉണ്ടാകുന്നു, വെൻ ആൻ ഇവൻ്റ് ഒക്കർ വൺ ഫസ്റ്റ് റെസ്പോണ്ട് ഓട്ടോമാറ്റിക്കലി അറ്റ് എ ഫിസിക്കൽ ലെവൽ ഈവൻ വിത്തൗട്ട് അവെയർനെസ്. ഒരു കാര്യം കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ നാം ചിലപ്പോൾ പെട്ടെന്ന് അതിൻ്റേതായ അത് ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങോട്ട് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്തെന്ന് വരാം. അതൊരു നമ്മളുടെ ഒരു മാനസികമായ ടെൻഡൻസി അങ്ങനെ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ പിന്നീടായിരിക്കും only later one might realize that the feeling they experienced was fear.
അപ്പോൾ പിന്നീടായിരിക്കും അവർ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇമോഷനും ഫീലിങ്ങും ഒന്നായിരിക്കില്ല. ഫീലിങ്സ് ആർ ക്രിയേറ്റഡ് ബൈ ഇമോഷൻസ്. അപ്പോൾ ഇമോഷൻസിലൂടെ വന്നു ചേരുന്നതാണ് ഫീലിംഗ്. അതുകൊണ്ട് thus although we may use the terms emotion and feelings interchangeably in our daily lives, they differ considerably. നമ്മുടെ ഡെയിലി ലൈഫിൽ നാം ഇത് രണ്ടും ഒരേപോലെ ഉപയോഗിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ രണ്ടും ഒന്നല്ല. അത് രണ്ടും എന്താ പറയുക, വ്യത്യസ്തത ഉണ്ട് എന്ന് വേണം. മറ്റൊരു റിലേറ്റഡ് കൺസെപ്റ്റാണ് മൂഡ്. മൂഡ് ശരിയല്ല എന്ന് പറയാറില്ലേ? എന്തോ ഒരു മൂഡില്ല എന്ന് നാം പറയാറുണ്ട്. While emotions last for short period time and arise in response to a particular event, mood are of lower intensity, generally last for longer period of time. അതായത് ഇമോഷൻ എന്ന് പറയുന്നത് ഒരു നിശ്ചിത പീരീഡിൽ, ഒരു ചെറിയ കാലയളവിൽ നമ്മളുടെ മനസ്സിലുണ്ടാകുന്നു, കടന്നു പോകുന്നു, ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വരുന്നെങ്കിൽ മൂഡ് എന്ന് പറയുന്നത് ആർ ഓഫ് ലോവർ ഇൻറ്റൻസിറ്റി, അതിന് വലിയ ഇൻറ്റൻസിറ്റി ഇല്ല. അത് വളരെ സ്വാഭാവികമായിട്ടും ലാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുക, അത് ലാസ്റ്റ് ഫോർ മൂഡെന്ന് പറയുമ്പോഴേക്കും അത് ചിലപ്പോഴും നമ്മുടെ മനസ്സിലെ ഒരു അവസ്ഥ, ഇതൊരു മനസ്സിൻ്റെ അവസ്ഥയാണ്. ആ മനസ്സിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ചിലപ്പോൾ അത് എന്ത് ചെയ്യാം, അത് ചിലപ്പോൾ കുറച്ച് സമയം അങ്ങ് നിൽക്കാവുന്നതാണ്. അതാണ് ആ മൂഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മൂഡ് ഇമോഷനും ഒന്നും അല്ല, ഇത് രണ്ടും എന്തല്ല, മൂഡ് ആൻഡ് ഇമോഷൻ രണ്ടും ഒന്നല്ല എന്നുള്ളതാണ് പറയുന്നത്. വിത്ത് എ സർട്ടൻ ഇമ്മീഡിയറ്റ് ഇവൻറ്റ് ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അവിടെ ആ ഇമ്മീഡിയറ്റ് ഇവൻ്റ് ഉണ്ടായി, അവിടെ ഉണ്ടായ ഇമോഷൻ അതിനോടുകൂടി സംഭവത്തെ ഡയറക്റ്റ് ചെയ്തു അങ്ങ് മാറുന്നു എന്ന് പറയാൻ സാധിക്കും. എക്സാമ്പിൾ, യു ആർ ആംഗ്രി അറ്റ് യുവർ ബ്രദർ ഓർ യു ആർ ഫ്രസ്ട്രേറ്റഡ് അബൌട്ട് വെയിറ്റിംഗ് ഇൻ ടൈം. അതായത് സമയം വൈകുന്നു, നിന്ന് വിഷമിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ സഹോദരനോട് നമ്മൾ അനാവശ്യമായി ദേഷ്യപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോഴേക്കോ മൂഡ് ക്യാൻ എറൈസ് ഫോർ നോ അപ്പാരൻറ്റ് റീസൺ. അപ്പോൾ അവിടെ പെട്ടെന്ന് തന്നെ അവിടുത്തെ മൂഡ് മാറുകയാണ്. അപ്പോൾ അതിന് പ്രത്യേക കാരണമെന്നും വേണ്ട. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ വരുമ്പോഴേക്കും നമുക്ക് പറയാം മൂഡ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദേ ടു ഇൻഫ്ലുവൻസ് അവർ ആക്ഷൻ. നാം ചെയ്യുന്ന പ്രവൃത്തി എന്തായാലും ആ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുവാനുള്ള ശേഷി മൂഡിന് ഉണ്ട് എന്നുള്ള ആ വേർഡ് MOOD എന്നുള്ളതാണ്. ആ ഒരു മൂഡ്, മനുഷ്യൻ്റെ മൂഡ് ശരിയല്ല എന്ന് പറയാറില്ലേ? ഫോർ എക്സാമ്പിൾ, വാണ്ടിങ് ടു സോഷ്യലൈസ് മോർ വിത്ത് ദ ഫ്രണ്ട്സ് വെൻ ഇൻ എ ഗുഡ് മൂഡ് ആൻഡ് അവോയ്ഡിങ് സോഷ്യൽ സിറ്റുവേഷൻസ് വെൻ ഫീലിംഗ് ലോ ഓവർ ദി വീക്കെൻഡ്. ചിലപ്പോഴുണ്ടല്ലോ എല്ലാവരുമായിട്ട് കൂട്ടുകാരുമായിട്ട് പുറത്ത് പോകാനൊക്കെ ചില സന്ദർഭത്തിൽ നല്ല ഇഷ്ടമാണ്. അവരോടൊപ്പം കൂട്ടുകൂടി പുറത്ത് പോയി സല്ലപിച്ചൊക്കെ വരാൻ, അത് നല്ല മൂടുള്ള സമയത്ത്. പക്ഷേ വീക്കെൻഡ് വരുമ്പോഴേക്കും നിങ്ങൾക്ക് തോന്നുകയാണ് കൂട്ടുകാരുമൊത്ത് കൂടാനുള്ള മൂഡല്ല, നിങ്ങൾക്ക് സ്വയം ഇരുന്ന് എന്തെങ്കിലും ചെയ്യാനുള്ള മൂഡാണെങ്കിലോ, അപ്പോൾ ആ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്തില്ലേ? ആ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്തപ്പോൾ ആ സോഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങളുടെ മൂഡ് മാറിയില്ലേ? ഇതാണ് ആ മൂഡിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടിൽ നിങ്ങൾക്കായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ സാധിച്ചത് എന്താണ് ഇമോഷൻ്റെ ആ ഒരു സ്വഭാവ സവിശേഷത എന്താണ്, അതേപോലെ തന്നെ ഇമോഷനും മൂഡും തമ്മിലുള്ള വ്യത്യസ്തത എന്താണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ അധിഷ്ഠിതമായിട്ട് ഏതാനും വിവരങ്ങളാണ് ഈ ഒരു ലെസണിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന പഠിക്കേണ്ടതായ വിദ്യാർത്ഥികൾ ഓരോരുത്തരും ഇതിനെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കണം. കാര്യം നിങ്ങൾ നൽകുന്നത് ചെറിയൊരു കമൻ്റാണെങ്കിലും അത് വളരെ വിലയേറിയ ഒരു കാര്യമാണ്. കാരണം മറ്റുള്ളവരിലേക്ക് കൂടി ഇതെത്തിക്കുവാനും അവർക്കും ഈ ഒരു ലെസൺ പാർട്ട് അവരുടെ കയ്യിലെത്തിക്കുവാനും വളരെ ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ വാച്ച് ചെയ്ത് കമൻറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇന്നലെ വരെ ഞാൻ നൽകിയ വ്യത്യസ്ത വിഷയങ്ങളിൽ ഞാൻ വീണ്ടും ആ പഴയ ക്ലാസ്സിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. എൻ്റെ പ്രിയ സ്റ്റുഡൻറ്റിൻ്റെ റിക്വസ്റ്റ് മാനിച്ച് സ്റ്റുഡൻറ്റിലേക്ക് തന്നെ ഇത് ആദ്യം തന്നോളാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് സോ മച്ച്. താങ്ക് യു സോ മച്ച്.